അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1209. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അനസ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അവിടുന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉൻസുർ അഖാക, നീ നിന്റെ സഹോദരനെ സഹായിക്കണം. വാലിമൻ ഔ മദ്ലൂമൻ, അവൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും, പീഡിപ്പിക്കപ്പെടുന്നവനാണെങ്കിലും അവൻ തന്നെ അക്രമിയാണ്, എന്നാലും നീ അവനെ സഹായിക്കണം. ഇല്ല, സ്വഹാബത്ത് പറയാൻ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, നസർത്തുഹു മദ്ലൂമൻ, അക്രമിക്കപ്പെടുന്നവനെ സഹായിക്കുക. അത് നമുക്ക് മനസ്സിലായി. ഒരാൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അവനെ മാറ്റി നിർത്തണമല്ലോ, അവനെ സഹായിക്കണമല്ലോ. എന്നാൽ കൈഫ അൻസുറുഹു വാലിമൻ, എങ്ങനെയാണ് ഒരു അക്രമിയെ സഹായിക്കുക? അക്രമിക്കപ്പെടുന്നവനെ സഹായിക്കുക എന്നുള്ളതൊക്കെ ഒരു അക്രമിയെ സഹായിക്കൽ എങ്ങനെയാണ്? ഖാല ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തകുഫുഹു അനിൽ ദുൽമി, അവനെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഒരാൾ അക്രമിയാണെങ്കിൽ ഓൻ ആ അക്രമത്തിൽ നിന്ന് തടഞ്ഞു നിർത്തിയിട്ട് അക്രമിക്കരുതെന്ന് പറയാ, അത് ചെയ്യരുത് എന്ന് പറയാ. അവന്റെ ദേഹേച്ഛയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് പിശാച് അവന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതനുസരിച്ച് അവനൊരു അക്രമത്തിന് മുതിരുമ്പോൾ ഓനൊന്ന് ചെയ്യരുതെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കലാണ് അക്രമിയായ സഹോദരനെ സഹായിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നൽകുന്നത്, സ്വന്തം സഹോദരൻ അത് അവനെ സഹായിക്കണം. അത് അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും അക്രമിയാണെങ്കിലും സഹായിക്കണം. ഇന്ന് ആ ഒരു സ്നേഹബന്ധമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണമുണ്ടോ കൂടെ ആളുണ്ട്, പണമില്ലേ ആരുമില്ല, ആ രൂപത്തിലുള്ള കൂട്ടുബന്ധങ്ങളായി വരികയാണ്. ഈ ഹദീസ് ഇവിടെ ശ്രദ്ധേയമാണ്. പീഡിപ്പിക്കപ്പെടുന്നവനാണെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നവനും എല്ലാ നിലക്കും സഹോദരനെ സഹായിക്കണം, ഒറ്റപ്പെടുത്തരുത്. അല്ലാഹു തആല ഹദീസൊക്കെ ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.